ആബ്സല്യൂട്ട് ഫെയിലിയർ ഓഫ് സ്റ്റേറ്റ് മെഷീനറി, സംസ്ഥാന സർക്കാരിൻ്റെ സമ്പൂർണ്ണ പരാജയം. കൽക്കത്ത ഹൈക്കോടതി ഇന്നലെ മമതാ സർക്കാരിനെ കുറിച്ച് പറഞ്ഞതാണ്. ഇനി എന്താണ് അത്? കോടതി ഇതിനു മുമ്പും പറഞ്ഞിരുന്നു. കേന്ദ്ര സർക്കാരിനോട് കേന്ദ്രസേനയെ ഇറക്കാനും പറഞ്ഞിരുന്നു. നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിക്ക് കാത്തു നിൽക്കണ്ട, നിങ്ങൾക്ക് യുക്തമായി ഞങ്ങൾക്ക് തോന്നുന്നു കേന്ദ്രത്തിൻ്റെ സേന വരേണ്ട സമയമായി എന്ന് സന്ദേശ് ഖാലിയുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പറഞ്ഞതാണ്. ഈ കേന്ദ്ര ഏജൻസികളെ തടസ്സപ്പെടുത്തുക, അവരെ തല്ലുക, അവരെ പൂട്ടിയിടുക, ഇതൊക്കെ വലിയ പ്രശ്നമാണ്. വലിയ പ്രശ്നമായിട്ട് മോദി സർക്കാർ കാണാത്തത് വേറൊരു വലിയ പ്രശ്നമാണ്. അപ്പോൾ EDയെ അവർ തല്ലി, അവർ പൂട്ടിയിട്ടു. CBI അവർ തല്ലി, അവർ പൂട്ടിയിട്ടു. ഷാജഹാൻ ഷെയ്ഖിൻ്റെ കേസിൽ ഇതിന് മുമ്പ് നടന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഇൻസിഡൻസ്. അബ്സല്യൂട്ട് ഫെയിലിയർ ഓഫ് സ്റ്റേറ്റ് മെഷീനറി. ഓക്കെ, വാട്ട് ഈസ് ദാറ്റ് സെൻറ്റർ ഈസ് ഡൂയിങ്? ഇപ്പോൾ CBI കേസ് ഏറ്റെടുത്തു. CBI കേസ് അവർക്ക് വലിയ പ്രയാസം ഉണ്ടാക്കി. അവർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് CBIക്ക് കൊടുക്കാം, അപ്പോഴത്തേക്ക് ഞാൻ ഈ തെളിവൊക്കെ ഒന്ന് നശിപ്പിച്ചോട്ടെ. കോടതി സമ്മതിച്ചില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് ഞങ്ങൾ CBIക്ക് കൊടുക്കാം, അല്ലെ 1 മണിക്കൂറിൽ 24 മണിക്കൂർ. കോടതി പ്രോഗ്രാമൊക്കെ ഇപ്പോൾ ലൈവാണല്ലേ വരുന്നത്. അതിൽ മമതാ സർക്കാരിൻ്റെ വക്കീൽ വാദിക്കുന്നു, യുവർ ലോഡ്ഷിപ്പ് ജസ്റ്റ് 24 hours, ഐ വിൽ പ്രൂവ് പ്ലീസ് എന്ന് പറയും. കോടതി സമ്മതിക്കുന്നില്ല. ഇപ്പോൾ എന്തിനായിരുന്നു ഈ 7 ദിവസവും 1 ദിവസവും ഒക്കെ ചോദിച്ചത്? അത് കോടതി കൊടുക്കാതിരുന്നപ്പോൾ ആ രാത്രിയാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. അല്ല, മറ്റൊന്ന് നടന്നു രീതി. അതായത് ഇവർ ഈ ടൈം ഗ്യാപ്പ് ചോദിച്ചല്ലേ, ഈ മർഡർ നടന്ന ഉടൻ തന്നെ ആ സീൻ, ക്രൈം സീൻ അവർ ഡിസ്റ്റർബ് ചെയ്തു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഇതിൻ്റെ ഈ സെമിനാർ ഹാളിൻ്റെ ഒരു ഭിത്തി ഇടിച്ച് തകർത്തു. അവിടെ അതിന് പറഞ്ഞ അർജൻസി എന്ന് പറയുന്നത് ഡോക്ടർമാർക്കൊരു വാഷ്റൂം ഉണ്ടാക്കണമെന്നാണ്. കൊലപാതകം നടന്ന് ബോഡി അവിടെ നിന്ന് എടുത്തിട്ടേ ഉള്ളൂ. അല്ല, അന്ന് തെളിവ് നശിപ്പിക്കാനായിട്ട് ചെയ്തതാണ്. ഇപ്പോൾ CBI കേസ് ഏറ്റെടുത്തു. CBI ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ആരെയും അറസ്റ്റ് ചെയ്തതായിട്ട് എനിക്കറിയില്ല. ആരെയും ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നു. ഡോക്ടറെ അറസ്റ്റ് ചെയ്തിട്ടില്ല. നിങ്ങൾ തെളിവ് നശിപ്പിച്ച ആൾക്കാരെ ആ സെക്കൻഡിൽ വളഞ്ഞു പിടിച്ചിട്ട് ഫ്ലൈറ്റ് കയറ്റി ഡൽഹിയിൽ കൊണ്ടുവരണം. അവിടെ വെച്ചായിരിക്കണം ചോദ്യം ചെയ്യുന്നത്. കൊൽക്കത്തയിൽ വെച്ച് നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ സാധ്യമല്ല. ഇവർ അവിടെ ആൾ കൂടും, ബഹളം വയ്ക്കും. ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് അറിയാവുന്ന കാര്യമാണ്. പോപ്പുലർ ഫ്രണ്ടുകാരെ കേരളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ട് എന്താ ചെയ്തത്? കേരളത്തിൽ കാക്കനാട് ജയിലിൽ കൊണ്ടുപോയി താമസിപ്പിച്ചോ? എവിടെ കൊണ്ടുപോയി അവരെ? നിങ്ങൾക്ക് സ്ഥലം മജിസ്ട്രേറ്റിൻ്റെ അനുവാദത്തിലൂടെ ഒരു പ്രതിയെ അന്യ സംസ്ഥാനത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ സേഫ് അല്ല, ഇവിടെ ചോദ്യം ചെയ്യാൻ സാധ്യതയില്ല. ഇവിടെ അന്തരീക്ഷം വഷളാണ്. തെളിവ് നശിപ്പിച്ചു എന്നുള്ളതാണ് കുറ്റം. ബാക്കി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്. കുറ്റത്തിൽ ഏറ്റവും വലിയ കുറ്റം ഒരു തെളിവ് നശിപ്പിക്കുന്നതും കൂടെയാണ്. തെളിവ് നശിപ്പിക്കുന്നവൻ ആ കുറ്റത്തിന് കൂട്ടുനിന്നവനാണ്. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന് ചെയ്യാം. ഇത് ചെയ്യേണ്ടത് അന്നായിരുന്നു. ഇവനെ EDയെ അറ്റാക്ക് ചെയ്ത ഷാജഹാൻ ഷെയ്ഖ്. ആ സമയത്ത് ഷാജഹാൻ ഷെയ്ഖിൻ്റെ കൈ പുറകിൽ കെട്ടി വിലങ്ങണിയിച്ച് പബ്ലിക്കായിട്ട് നടത്തി ജീപ്പിലേക്ക് തള്ളിയിട്ടിട്ട് നേരെ എയർപോർട്ടിൽ കൊണ്ടുപോയി ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ വിമാനത്തിൽ ഡൽഹിയിൽ കൊണ്ടുവരണമായിരുന്നു. ആ സിഗ്നൽ മമതാ ബാനർജിക്ക് കിട്ടും. ഡോണ്ട് പ്ലേ നോൺസെൻസ് വിത്ത് അസ്. 356 വകുപ്പ് വെച്ച് പിരിച്ചുവിടരുത്. പിരിച്ചുവിട്ട് കഴിഞ്ഞാൽ അവർ വലിയ രക്തസാക്ഷ്യം, വലിയ അലമുണ്ടാക്കും. അവർ നാടിന് തീയിടും. അത് ചെയ്യണ്ട. ഈ ഇൻസ്റ്റൻസിൽ പിടിക്കുക. നിങ്ങൾ കേന്ദ്ര ഏജൻസിയെ എവിടെ കൺഫ്രണ്ട് ചെയ്യുന്നോ, ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ നിങ്ങളെവിടെ തടസ്സപ്പെടുത്തുന്നോ, ആ സ്പോട്ടിൽ നിൽക്കുന്നവനെ പുറകിൽ വിലങ്ങ് വെച്ചിട്ട് ഞങ്ങൾ പൊക്കിക്കൊണ്ട് ഡൽഹിക്ക് പോകും. പിന്നെ ചോദ്യം ചെയ്യൽ അവിടെയാണ്. ഡൽഹിയിലുള്ള 13 TMCക്കാർ കാണാവുന്ന പരിപാടി കാണിച്ചു കഴിഞ്ഞാൽ തല്ലി വശകളാക്കുമെന്ന് പറയുക. തല്ലുക പരസ്യമായിട്ട്. ഈ അടിയൊക്കെ പരസ്യമായിരിക്കണം. നെവർ ഡു ഇറ്റ് സീക്രട്ട്ലി. പരസ്യമായിട്ട് പട്ടിയെ തല്ലുന്ന പോലെ TMCക്കാരെ ഇട്ട് തല്ലുക ഡൽഹിയിൽ. ബംഗാളിൽ നിങ്ങൾ ഭരിച്ചോ എന്ന് പറയുക. ഇത് സന്ദേശ് ഖാലിയിൽ ചെയ്തില്ല, ഒരു സ്ഥലത്തും ചെയ്തില്ല കേന്ദ്ര സർക്കാർ.
കേന്ദ്ര സർക്കാരിന് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, ബംഗാളിനെ ഉപേക്ഷിക്കുക, ബംഗാളിലെ BJP പ്രവർത്തകരെ ഉപേക്ഷിക്കുക. സന്തോഷമായിട്ട് ഞാൻ പറഞ്ഞു, നരേന്ദ്രമോദിക്ക് ഭരിക്കാൻ ബംഗാളില്ലാതെ ഒരു പ്രയാസമില്ല. ബംഗാളിൽ നിന്ന് ഒന്നും കിട്ടിയില്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നും വല്ലതും കിട്ടിയിട്ടാണോ ഭരിക്കുന്നത്? ചില സ്റ്റേറ്റുകൾ നിങ്ങളങ്ങ് ഉപേക്ഷിച്ച് നമുക്ക് മനസ്സുണ്ട്. അവിടെയുള്ളവർ എങ്ങനെയാണെന്ന് വെച്ചാൽ തൊലയട്ടെ എന്ന് വിചാരിക്കുക. ഇപ്പോൾ വിചാരിക്കുന്ന പോലെ, ഇപ്പോൾ വിചാരിക്കുന്ന പോലെ. അതെ, ഇപ്പോഴങ്ങനെയാണ് വിചാരിക്കുന്നത്. നിങ്ങൾ ഫസ്റ്റ് ചാൻസ് നിങ്ങൾ കളഞ്ഞു വിളിച്ചത് എവിടെയെന്ന് അറിയാമോ? അമിത്ഷാ, ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഹെലികോപ്റ്റർ ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ സ്ത്രീ അന്ന് ഇറക്കാൻ തടസ്സം നിൽക്കുന്നു. ആരോ പ്രശ്നം ഉണ്ടാകും എന്നൊക്കെയാണല്ലോ പറയുന്നത്. ആ പ്രശ്നക്കാരെ CRPFനെ വിട്ട് അവിടെ നിന്ന് പൊക്കണമായിരുന്നു, കൊൽക്കത്തയിൽ നിന്ന്. 10, 300, 400 പേരൊന്നും നിങ്ങൾക്ക് പൊക്കാൻ പറ്റില്ല. അതിനകത്തുനിന്ന് 10 എണ്ണത്തെ പൊക്കിയെടുത്തുകൊണ്ട് ഡൽഹി പോയാൽ മതി. എന്നിട്ട് അടിക്കുക, പട്ടിയെ തലേന്ന് പോലെ തല്ലുക. ദിസ് മെസ്സേജ് ഷുഡ് ഗോ. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയിൽ ചെയ്തത് അന്യായമായിരുന്നു. പക്ഷേ അതിനെ ആൾക്കാർ ഭയന്നത് എന്തുകൊണ്ടാണ്? അടിയുള്ളതുകൊണ്ടാണ്. അടികൊള്ളുന്ന അവസ്ഥയുള്ളതുകൊണ്ടാണ് എല്ലാവരും ഭയന്ന് മുട്ടുപറച്ച് ഈ ഞെളിയുന്ന മലയാളിയൊക്കെ ഇന്ദിരാഗാന്ധി വോട്ട് ചെയ്തില്ലേ അതിന് ശേഷം? എന്തുകൊണ്ടാണ്? പേടിച്ചിട്ടാണ്. TG, ഞാൻ ആലോചിക്കുന്നത് കഴിഞ്ഞ ഭയം ഒരു മോട്ടിവേഷൻ അല്ല, ഭയം തന്നെ ഒരു ജനതയെ നിലയ്ക്ക് നിർത്താനായിട്ട് ഭയവും ഉപയോഗിക്കാം. അതിൽ ഒരു തെറ്റുമില്ല. ആ ഭയം ഉപയോഗിക്കാൻ ഭയമുള്ള ആൾ നല്ലൊരു ഭരണാധികാരിയുമല്ല. യു ഹാവ് ലോസ്റ്റ് സെവറൽ ചാൻസസ് ഇൻ ബംഗാൾ. ഓക്കെ, റൈറ്റ്, യു ഹാവ് സം പ്രോബ്ലം ദെയർ. ഞാൻ ആകെ ഇതേ പറയുന്നുള്ളൂ, നിങ്ങൾ ബംഗാൾ ഉപേക്ഷിക്കുക, ബംഗാളിലെ BJP പിരിച്ചുവിടുക. ചുമ്മാ ആൾക്കാരെ പ്രവർത്തകരെ ഇട്ട് തല്ലുവിളിക്കുന്ന എന്തിനാണ്? ഈ സുവേന്ദു അധികാരികളൊക്കെ കയ്യിലുള്ള കാശ് വെച്ചിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കുമോനെന്ന് പറഞ്ഞു വിടും. അത് പറഞ്ഞിക്ക് തീർ എഴുതി കൊടുക്കുക. ഇഫ് യു ആർ നോട്ട് കേപ്പബിൾ ഓഫ് റൂളിങ് എ കൺട്രി, ദെൻ പ്ലീസ് ലീവ് ഇറ്റ് അറ്റ്ലീസ്റ്റ്. TG, ഇത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരി, സമ്മതിച്ചു. പക്ഷേ ഇപ്പോൾ കുറച്ചായിട്ട് നമ്മുടെ പ്രേക്ഷകർ, അതാ ഞാൻ ഇടയ്ക്ക് ഇടപെട്ടത്, പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരോട് ഇരുന്നിട്ട് നരേന്ദ്രമോദിയും കേന്ദ്ര സർക്കാരിനെയും കുറ്റം പറയുകയാണെന്നാണ് പറയുന്നത്. നോ മൈ ഫുഡ്, വാട്ട് ഈസ് ദിസ്? ഇങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാർ ഇതിന് സമാധാനം പറയണം. എൻ്റെ ചോദ്യത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയുണ്ട്, അയാളെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ സമ്മതിക്കുമോ? 10 വർഷം കൈ കിട്ടിയതല്ലേ, എങ്ങനെ 11ാമത്തെ വർഷം നിങ്ങളുടെ സീറ്റ് കുറഞ്ഞു? ആലോചിച്ച് നോക്ക്. നമുക്കൊരു ചാനലെങ്കിലും, ഒരു യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്നു. ഇതിൻ്റെ 100 ഇരട്ടിയാണ് റോഡിൽ ഇറങ്ങിയ ആൾക്കാർ സംസാരിക്കുന്നത്, ഹിന്ദുക്കൾ സംസാരിക്കുന്നത്. അവരോട് സമാധാനം പറയാൻ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നവർക്ക് സാധിക്കുമോ? ഐ ഹാവ് എവറി സിമ്പതി ഫോർ മോദി. ഞാൻ ഒന്നാം തരം ഒരു മോദി സപ്പോർട്ടറാണ്. 1957 മുതൽ RSSകാരനാണ്. പക്ഷേ ഇതുപോലത്തെ നിഷ്ക്രിയത്വം കണ്ടു കഴിയുമ്പോൾ മിണ്ടാതിരിക്കുന്നവനല്ല. എന്നെ പോലുള്ളവർ മിണ്ടിയത് കൊണ്ടാണ് കുറച്ചെങ്കിലും ഇത് നേരെ പോകുന്നത്. ഞാൻ മോദിക്ക് ഗുഡ് മാർക്ക് കൊടുക്കുകയും മോദി കൊള്ളാമെന്ന് പറയും, മോദിയെ ന്യായീകരിക്കുകയും ചെയ്ത് മോദിയെ ഭയന്നിട്ടല്ല, മോദി നാഷണലിസ്റ്റ് ആയതുകൊണ്ടാണ്. അങ്ങനെ അല്ലാതെ പെരുമാറുകയാണെങ്കിൽ വിമർശിക്കാനും എനിക്ക് അവകാശമുണ്ട്. ഞാൻ വൺ സൈഡ് സംസാരിക്കുന്നവനല്ല. വാസ്തവത്തിൽ എൻ്റെ സ്വന്തം ആളായതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ധാർമ്മിക രോഷം വരുന്നത്. പിണറായി വിജയനെ പറ്റി എന്നോട് ചോദിച്ചു ഞാൻ ശാന്തമായിട്ട് പറയും, എൻ്റെ സുനിലെ, ആ മനുഷ്യൻ നീ ഇതല്ലാതെ വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ? അങ്ങേരെ എപ്പോഴെങ്കിലും സ്ത്രീകളെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് ചിരിയോടെ ഞാനങ്ങ് വിടും. കാരണം എന്നെ സംബന്ധിച്ചോളം അതൊരു പോക്ക് കേസാണ്. ഞാൻ മനസ്സിൽ പണ്ട് EMS സർക്കാരിൻ്റെ കാലം മുതൽ എഴുതി തള്ളിയ കക്ഷിയാണത്. എനിക്കൊരു വികാരവും ഉണ്ടാവില്ല. ബട്ട് ആപത്തിൽ എൻ്റെ കൂടെ നിൽക്കുമെന്ന് വിചാരിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആൾക്കാർ ഒന്നിനും കഴിവില്ലാത്തവരെ പോലെ പെരുമാറും. എല്ലാം കയ്യിലുണ്ടായിട്ടും അങ്ങനെ പെരുമാറുമ്പോഴാണ് മനുഷ്യന് ധാർമ്മിക രോഷം ഉണ്ടാകുന്നത്. സ്വാഭാവികമാണ്. ഇത് അവരോടുള്ള സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ഉണ്ടാകുന്ന ധാർമ്മിക രോഷമാണ്. അതല്ല അവരെ കൂടെ ഉപേക്ഷിച്ച് ഞാൻ പറയും, മോദി ഇങ്ങനെയല്ല വല്ലതും ചെയ്യും, എന്ത് പ്രതീക്ഷിച്ചില്ല, CBI ഒന്നും ചെയ്യാൻ പോണില്ലെന്നേ, ഇങ്ങനെയൊക്കെ പറയും. ഞാൻ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് കഴിഞ്ഞു. ആ അവസ്ഥ എത്താത്തത് കൊണ്ടാണ് ദേഷ്യം വരുന്നത്. TG, പോപ്പുലർ ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞല്ലേ, വളരെ ടാക്റ്റിക്കലായിട്ട് ചെയ്തല്ലോ, ചെയ്യാൻ അറിയാം. അതല്ലേ എൻ്റെ ദേഷ്യം. അപ്പോൾ പിന്നെ ബംഗാളിൽ എന്താ ചെയ്യുക? ഞാൻ പറയുന്നത് വെളുപ്പാങ്കാലത്ത് 3:30 മണിക്ക് കേരളത്തിൻ്റെ മൂലയിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ടുകാരനെ പോക്കിക്കൊണ്ട് ഡൽഹിക്കോ ലക്നൌവിനോ എവിടെ പോയി എന്നറിയില്ല. ഇപ്പോഴും ഏത് ജയിലിലാണെന്നറിയില്ല.
ഓരോ സ്ഥലത്ത് ജാമ്യാപേക്ഷ അവിടുത്തെ ഹൈക്കോടതിയിൽ വരുമ്പോഴാണ് ഈ കക്ഷി ഇന്ന ജയിലിലാണെന്ന് നമ്മൾ അറിയുന്നത്. ഇത് ചെയ്യാൻ കേന്ദ്ര സർക്കാരിന് അറിയാം, അതിനുള്ള സംവിധാനമുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ബംഗാളിൽ അത് ചെയ്യുന്നില്ല. അല്ല, മമത ഇന്നല്ലെങ്കിൽ നാളെ കൂടെ വരും എന്നുള്ള പ്രതീക്ഷയിലാണോ? ഐ ഡോണ്ട് നോ. മമത കൂടെ വന്നാൽ മതിയോ? ബംഗാളിലെ ജനങ്ങൾ വരണ്ടേ? മമത കൂടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്ന കച്ചറയെല്ലാം കൂടെ വരിക എന്നാണ് അർത്ഥം. അവരുടെ ഗുണ്ടകൾ കൂടെ വരിക. അവരെ വെച്ചാണ് നിങ്ങൾ ഭരിക്കാൻ പോകുന്നത്. ഒന്നും ചെയ്യാൻ പറ്റില്ല. രാഷ്ട്രീയമല്ലേ? അല്ല, അപ്പോൾ രാഷ്ട്രീയമായിരിക്കും. അപ്പോൾ ബി ജെ പിക്ക് ബംഗാളിലും ഭരണം കിട്ടി, കൂട്ടുകക്ഷി ഭരണം മമതയുമായി. എന്ത് വിശേഷം? ഗ്രൗണ്ട് ലെവലിൽ ഇതുപോലെ തന്നെ സംഭവിക്കും. ഇതിപ്പോൾ ബംഗാളിൽ ആദ്യമായി നടക്കുന്ന ബലാത്സംഗമൊന്നുമല്ല. സന്ദേശ് ഖാലിയിലെ പ്രശ്നം എന്തായിരുന്നു? അവിടെ തോറ്റുപോയി. ഇഷ്ടം പോലെ ബലാത്സംഗം. അവിടെ വിക്ടിമായിരുന്ന രേഖാപത്രയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. തോൽപ്പിച്ചതാണ് കേന്ദ്ര സർക്കാർ. അല്ല, ഞാൻ പറയട്ടെ, തെരഞ്ഞെടുപ്പിലെ തോൽവിയും ജയവും വെച്ചിട്ട് നിങ്ങൾക്കൊരു ക്രിമിനൽ കേസ് തീരുമാനിക്കാൻ പറ്റില്ല. മനസ്സിലായി? ഞാനിപ്പോൾ പ്രാണനില്ലാത്തൊരു മനുഷ്യൻ എന്നെ വഴിയിട്ടാലെങ്കിലും തല്ലിക്കൊന്ന് എൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ ജനം വോട്ട് ചെയ്യുക. എന്നോട് ചെയ്തത് വലിയ അന്യായമാണ്, കൊടിയ അന്യായമാണ്, ജനങ്ങൾക്കറിയാം. എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഭാര്യയ്ക്ക് ഒരു സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ ആളുണ്ടാവില്ല. ആ വോട്ടിംഗ് ഈസ് ആൻ എൻറ്റയർലി ഡിഫറെൻ്റ് ഇഷ്യൂ. വോട്ടിംഗ് എല്ലാം മനുഷ്യന് സമാധാനമായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ടോ? ഇതാണ്. അവരെണ്ണത്തിൽ കുറവായിരിക്കും, അവർ വോട്ട് ചെയ്യാൻ പോയി കാണില്ല, എന്തുമായിക്കോട്ടെ. ബട്ട് ദേ ആർ യുവർ പീപ്പിൾ. പക്ഷേ ഇപ്പോൾ ഒരു ക്ലിയർ കേസല്ലേ? ഹൈക്കോടതി തന്നെ പറയുന്നു സ്റ്റേറ്റ് മെഷീനറി ഫെയിലിയറാണ്, അബ്സല്യൂട്ട് ഫെയിലിയറാണെന്ന്, സമ്പൂർണ്ണ പരാജയമാണെന്ന്. കേന്ദ്രത്തിന് ഇടപെടാൻ ഇതിനും നല്ലൊരു അവസരം ഏതാ ഉള്ളത്? കേന്ദ്രം ഇടപെടുക എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് 356 വകുപ്പ് വെച്ച് പിരിച്ചുവിടുക എന്നുള്ളതാണ്. അത് ഒരു ഫൂളിഷ്നെസ് ആകും. 356 വകുപ്പ് വെച്ച് പഴയ പോലെ പിരിച്ചുവിടാൻ സാധ്യമല്ല. 110 റൈഡേഴ്സ് ഉണ്ട്. അത് ലോക്സഭയിൽ പാസ്സാക്കണം, രാജ്യസഭയിൽ പാസ്സാക്കണം. സുപ്രീം കോടതി ഒരുപാട് ഗൈഡ് ലൈൻസ് കൊടുത്തിട്ടുണ്ട് ബൊമ്മൈ കേസിന് ശേഷം. അതുകൊണ്ട് 356 പലപ്പോഴും കൗണ്ടർ പ്രൊഡക്റ്റീവ് ആകും. നിങ്ങൾക്ക് അതിനൊന്നും പോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള കേസിലെ ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അവകാശമുണ്ട്. അതങ്ങോട്ട് ചെയ്താൽ മതി. അവരെ എവിടെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനും നിങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശം ഉപയോഗിച്ചാൽ മതി. അല്ല, ആ അധികാരം ഉപയോഗിച്ചാൽ മതി. ദുരന്തങ്ങളെ നമ്മൾ സുവർണാവസരം എന്ന് പറയാൻ പാടില്ല. എന്നാൽ പോലും ബി ജെ പിക്ക് ഈ വലിയ നിന്ദ്യമായ സുവർണാവസരം അതൊന്നുമല്ല, ആ പ്രയോഗമേ ശരിയല്ല. ഇടപെടാൻ പറ്റുന്ന അവസരം. ഞാൻ പറയുന്നത് റൂൾ ഓഫ് ലോ ഒരു നാട്ടിലുണ്ട് എന്ന് ജനത്തിന് ബോധ്യം വരണം. അത് ബോധ്യം വരുന്നില്ല. കൽക്കട്ട ഹൈക്കോടതിയുടെ മൂക്കിന് താഴെ ഈ സംഭവം നടന്ന് ഗവൺമെൻറ് മിസറബിൾ ഫെയിലിയറാണ് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്രിമിനൽസിനെ അറസ്റ്റ് ചെയ്ത് ഡൽഹിയിലോ ലക്നൌവിലോ കൊണ്ടുപോകാൻ എന്താ വിഷമം? അല്ല, ഞാനൊരു യു മസ്റ്റ് ഇമ്മീഡിയറ്റ്ലി റിമൂവ് ദം. എഗ്രീഡ്. പക്ഷേ ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതങ്ങനെ തന്നെ. പക്ഷേ നമ്മൾ രാഷ്ട്രീയമായി കുറച്ചുകൂടെ വലിയൊരു ക്യാൻവാസിൽ ചോദിക്കുക, എന്തുകൊണ്ടായിരിക്കും കാലങ്ങളായി കഴിഞ്ഞ 10 വർഷമായി ബംഗാൾ ഇത്രയും ഒരു പ്രശ്നമായി നിന്നിട്ട് മമതയുടെ കാര്യത്തിൽ, ബംഗാളിൻ്റെ കാര്യത്തിൽ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളുടെ, ബി ജെ പി പ്രവർത്തകരുടെ, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഒരു ഇച്ഛയ്ക്കനുസരിച്ച് ഒരു ചെറുവിരലനക്കം പോലും ഉണ്ടാവാത്തത്? എന്തുകൊണ്ടാണ് 1977 അടിയന്തരാവസ്ഥ ഉണ്ടായിട്ട് പോലും കേരളത്തിലെ ജനങ്ങൾ കരുണാകരനെ ജയിപ്പിച്ചു വിട്ടത്? എന്തുകൊണ്ടാണ്? കേരളം മാത്രമല്ല, തമിഴ്നാട്, ആന്ധ്ര, കർണാടക, ഇവരൊക്കെ ജയിപ്പിച്ചു വിട്ടത് കോൺഗ്രസ്. ഞാൻ ജനങ്ങളെക്കുറിച്ചല്ല, കേന്ദ്ര സർക്കാരിനെ കുറിച്ചാണ് ചോദിച്ചത്. കേന്ദ്ര സർക്കാരിനെ ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, അവർ കസേരയിലിരിക്കുന്നു, പക്ഷേ അധികാരം എക്സർസൈസ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. എന്താവും കാരണം? എന്തും ആകാം, എനിക്കറിയില്ല എന്താണെന്ന്. അവർ ചെയ്യാത്തതിൻ്റെ കാരണം ഞാൻ പറയുന്നത് ഇങ്ങനെയാണ്. അവർക്ക് ചെയ്യാൻ അറിയാം എന്നവർ തെളിയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ദിവസം സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടിരുന്നു. രാഹുൽ ഗാന്ധിയുടെ പൗരത്വം സംബന്ധിച്ച് അദ്ദേഹം ഡൽഹി ഹൈക്കോടതി പോയിരിക്കുകയാണ്. അദ്ദേഹം രാഹുൽ ഗാന്ധി IT റിട്ടേൺ UK ചെയ്തതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് പബ്ലിഷ് ചെയ്തിട്ട് എന്തുകൊണ്ടാണ് മോദി നടപടിയെടുക്കാത്തത്, സോണിയാഗാന്ധി ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടുണ്ടോ എന്നൊരു പോസ്റ്റ് എക്സിലുണ്ടായിരുന്നു. ഞാൻ ആ പോസ്റ്റ് കണ്ടില്ല. അന്ന് അദ്ദേഹത്തിൻ്റെ ഈ പൗരത്വം സംബന്ധിച്ച കാര്യം 2015 മുതൽ ലോക്സഭയിൽ എത്തിക്സ് കമ്മിറ്റിയിൽ ഇരിപ്പുണ്ട്. അതിൽ പൗരത്വമല്ല, സോണിയാഗാന്ധിയെ മോദിക്ക് പേടിയാണോ എന്നാണ്
എനിക്ക് ഈ കേസിനേക്കാളും പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് തോന്നിയത്. അല്ല, ഈ ഒരു രാഷ്ട്രീയ ചോദ്യമാണല്ലോ. എന്താ പേടിയാണോ എന്നൊക്കെ ചോദിക്കാം. ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഫാക്ട്സ് ഓഫ് ദ കേസ്. ഇപ്പോൾ ചോദിച്ചൂടെ, ഈ എണ്ണി പറയാവുന്ന ഇൻസിഡൻ്റ് ഉണ്ടായിട്ടും മമതയെ പേടിയാണോ മോദിക്ക്? അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതൊരു രാഷ്ട്രീയ ചോദ്യമാണ്. അതിനകത്ത് ഒരു ആരോപണം അടങ്ങിയിരിക്കുന്നു. വാസ്തവത്തിൽ അതൊരു ചോദ്യമല്ല, പ്രസ്താവനയാണ്. പ്രസ്താവനയുടെ അറ്റത്ത് ചോദ്യചിഹ്നം കെട്ടിത്തൂക്കി ചോദ്യമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ നമ്മുടെ മനസ്സിൽ തന്നെ നടക്കുന്നു. സോണിയാഗാന്ധിയെ പേടിയാണോ മമതാ ബാനർജിയെ പേടിയാണോ എന്ന് ചോദിക്കുമ്പോൾ മമതാ ബാനർജിയെ പേടിയാണ് അല്ലേ എന്നാണ് ആ ഫുൾ ചോദ്യം. അപ്പം മമതാ ബാനർജിയെ പേടിയാണ് എന്നുള്ള പ്രസ്താവന ചോദ്യമാക്കി മാറ്റി. ആ പ്രസ്താവനയോട് പ്രതികരിക്കാൻ ഞാൻ തയ്യാറില്ല. ഞാനങ്ങനത്തെ ദുരാരോപണം ഉന്നയിക്കുന്നുമില്ല. ഞാൻ പറയുന്നത് ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തുന്നു. കേന്ദ്ര സർക്കാർ സ്വന്തം ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തുന്നു. ഇത് എനിക്കറിയാവുന്ന ബുദ്ധിയും സംഗതിയൊന്നുമില്ല. ഇപ്പോൾ BNSലെ നമ്പർ എടുത്തു കഴിഞ്ഞാൽ BNS 235, BNS 240, 235, 240 തോന്നുന്നു ഈ തെളിവ് നശിപ്പിക്കൽ. ഈ തെളിവ് നശിപ്പിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് അവിടുത്തെ അന്തരീക്ഷം അനുസരിച്ച് ഈ മനുഷ്യരെ ചോദ്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ യു ക്യാൻ ട്രാൻസ്ഫർ ദം ടു വിച്ച് എവർ പ്ലേസ് യു വാണ്ട്. അബ്ദുൽ നാസർ മദനിയെ കൊല്ലത്ത് വെച്ചാണ് അറസ്റ്റ് ചെയ്യുന്നത്. കൊല്ലത്ത് അറസ്റ്റ് ചെയ്ത് ഹർഷിത അട്ടല്ലൂരി അറസ്റ്റ് ചെയ്തിട്ട് കർണാടക പോലീസിന് കൈമാറിയിട്ട് കൊണ്ടുപോകണം. ദേ ടുക്ക് ഹിം ടു കർണാടക. വെറെവർ യു വാണ്ട് ടു ടേക്ക് യു ക്യാൻ ടേക്ക് ദം, നോ പ്രോബ്ലംസ്. ഇവരുടെ ഈ സിദ്ദിഖാപ്പൻ്റെ കേസുണ്ടല്ലോ, അതിൽ ഒരു പ്രതി, സിദ്ദിഖാപ്പനാണ് ഇവരുടെയൊക്കെ പേര് പറഞ്ഞു, അങ്ങനെ മഹാനായ പത്രപ്രവർത്തകൻ, സിദ്ദിഖാപ്പൻ പറഞ്ഞതനുസരിച്ച് പൊക്കിയതാണ്. അയാളെ ലക്നൗവിൽ കൊണ്ടുപോകുമ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഞാനിവിടെ തന്നെ കഴിഞ്ഞു, എന്നെ കൊണ്ടുപോകരുതെന്ന് പറഞ്ഞു. ഇവിടെ എറണാകുളം CJM കോടതിയിൽ അയാൾ പെറ്റീഷനൊക്കെ മൂവ് ചെയ്തു. CJM കോടതി ചോദിച്ചു എന്താ വേണ്ടേ. UP പോലീസ് പറഞ്ഞു ശരി എന്നാൽ ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ. ഇവിടെ കാക്കനാട് സബ് ജയിലിൽ കൊണ്ടുപോയി. കാക്കനാട് സബ് ജയിലിൻ്റെ കപ്പാസിറ്റി എന്താ 200-250 ഉള്ളൂ. അവിടെ ഇപ്പോൾ തന്നെ 378 പേരുണ്ട്. മൂത്രം ഒഴിക്കാൻ സ്ഥലമില്ല. കൊണ്ടുപോയി ഇവനെയും തള്ളി. 4 ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ ആകെ വിഷമിച്ചു. എൻ്റെ ദൈവമേ എന്നെ ഇവിടെ നിങ്ങൾ. ലക്നൗവിൽ വലിയ വിശാലമായ ജയിലാണ്. എല്ലാവർക്കും പ്രത്യേക മുറികളൊക്കെ ഉണ്ട്, അതുകൊണ്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പക്ഷേ ഇവരെ പറഞ്ഞു, UP പോലീസ് പറഞ്ഞു അല്ല നിങ്ങൾ തന്നെ ആപ്ലിക്കേഷൻ മൂവ് ചെയ്തതല്ലേ, 15 ദിവസം കൂടെ കിടന്നോ. എൻ്റെ പൊന്നു ചേട്ടാ എങ്ങനെയെങ്കിലും ഇല്ല ഇവർ ഇയാളുടെ ട്രാൻസ്ഫർ പെറ്റീഷൻ മൂവ് ചെയ്ത് അവർ ട്രാൻസ്ഫർ പെറ്റീഷൻ മൂവ് ചെയ്താലേ ഈ കക്ഷിക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഒടുവിൽ 15 ദിവസം കഴിയുമ്പോൾ മജിസ്ട്രേറ്റിന് മുമ്പിൽ കരച്ചിലും പിടിച്ചിലും ഒക്കെ ആയി. UP പോലീസ് പറഞ്ഞു ശരി ഞങ്ങൾ കൊണ്ടുപോകണം. കൊണ്ടുപോയി. യു ക്യാൻ ഡു എനിത്തിങ് വിത്ത് ആൻ അറസ്റ്റഡ് മാൻ. ഈ കോടതികളങ്ങനെ ഈ സംഗതിയൊക്കെ ഉണ്ട്, അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അറസ്റ്റിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ. ബട്ട് ഇതുപോലത്തെ ഹറാസ്മെൻ്റ് ഉണ്ടല്ലോ, ഇതിനെ നിങ്ങൾക്ക് കോടതിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊക്കെ ഈ എന്തെല്ലാം പോലീസുകാർക്ക് ചെയ്യാൻ പറ്റും. ഈ മമതാ ബാനർജി ഈ ഒറ്റ കാര്യം ചെയ്യും. ഈ അയാൾ അവിടെ നിന്ന് രാജിവെച്ചു. അയാളെ 4 മണിക്കൂറിനും വേറൊരു മെഡിക്കൽ കോളേജിൻ്റെ ഡയറക്ടർ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ. ഇറ്റ് ഷോസ് ഹർ ഇൻവോൾവ്മെൻറ്റ് ഓൾസോ. ഇപ്പോൾ CBI പറയുകയാണ് ഞങ്ങൾക്ക് മമതാ ബാനർജിയെ ചോദ്യം ചെയ്യണം, ഹാജരാവണം. എന്ത് ചെയ്യും മമതാ ബാനർജി? ഷീ ഹാസ് ടു ഗോ. ഉമ്മൻചാണ്ടി പോയിട്ടുണ്ട്, നരേന്ദ്രമോദി 2 തവണ പോയിട്ടുണ്ട്, ജയലളിത എഴുതി കൊടുത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്, നന്ദിനി സത്പതി ആണ് എഴുതി കൊടുക്കുന്ന സമ്പ്രദായം കൊണ്ടുവന്നത്. അവർ പോലീസ് വിളിച്ചിട്ട് ഹാജരായില്ല. അവർ ഫൈറ്റ് ചെയ്ത് സുപ്രീം കോടതി വരെ പോയി. അതാണ് വിഖ്യാതമായ നന്ദിനി സത്പതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസ്. അതിലാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇങ്ങനത്തെ പൊസിഷനിൽ ഇരിക്കുന്നവർക്ക് നിങ്ങൾ ചോദ്യങ്ങൾ എഴുതി കൊടുക്കുക, അവരതിനെ എഴുതി മറുപടി തരട്ടെ. ഈ എഴുതി മറുപടി തരിക എന്ന് പറഞ്ഞാൽ വലിയ ഡേഞ്ചറസ്. റെക്കോർഡാണ് പറഞ്ഞ കാര്യം പിന്നെ ഞാൻ ഉറക്കപ്പുറത്ത് പറഞ്ഞു പോയത് പരിഭ്രമിച്ചു പോയി എന്നൊക്കെ പറയാം. എഴുതി കൊടുത്ത കാര്യം എന്ത് ചെയ്യും? ബട്ട് എഴുതി കൊടുക്കാൻ പിന്നീട് തൻ്റെ ഇടമുണ്ടായത് വേറൊരു സ്ത്രീക്കാണ്, അത് ജയലളിത. 550 ചോദ്യങ്ങൾ എഴുതി കൊടുത്തു അവർക്ക്. 550നും അവർ മറുപടി എഴുതി കൊടുത്തു. അവർ പോലീസിന് മുമ്പിൽ ഹാജരായില്ല. യു ക്യാൻ ഡൂ ദാറ്റ്.
മമത ഒരു സ്ത്രീയാണ്. മമത പറയുകയാണ് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എഴുതിത്താ ഞാൻ മറുപടി പറയാൻ നോക്കി. അല്ല ഈ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവന്ന് മമതയെ. അല്ല ഇപ്പോഴത്തെ അവസ്ഥ അതിന് പോലും മമത തയ്യാറാവില്ല. ശരി, തയ്യാറായില്ലെങ്കിൽ യു ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ട്രീറ്റ് ഹർ ആസ് എ ക്രിമിനൽ. റൈറ്റ്ലി ഷീ സോ. ട്രീറ്റ് ഹർ ലൈക്ക് എ ക്രിമിനൽ. മുഖ്യമന്ത്രിക്ക് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇത്തരം കാര്യങ്ങളിലില്ല. ക്രിമിനൽ കേസ് വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിക്ക് പ്രിവിലേജസ് മുഴുവൻ നഷ്ടപ്പെടും. അല്ല ഇത് ആരോട് പറയാനാ? അല്ലെ ഇത് പറയുക എന്ന് പറഞ്ഞാലേ ഇതിനകത്ത് ചെയ്യാവുന്ന ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഇതറിയാവുന്ന ആൾക്കാരാണ് ഭരണത്തിലിരിക്കുന്നത്. ഇതൊക്കെ അറിയാം. ഇതും ഇതിലപ്പുറത്തെ നമ്പറുകൾ. എന്നിട്ട് നമ്മളിവിടെ നിന്ന് നിലവിളിക്കുക. അല്ല ഞാൻ നിലവിളിക്കുന്നൊന്നുമില്ല. എനിക്ക് സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അസാർബിൻ്റെ വർഷം വന്നു എന്നുള്ളതല്ല, അത് നിലവിളിയൊന്നുമില്ല. അയ്യോ എല്ലാം പോയി എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊന്നും പോകുന്നില്ല. ശരി, എന്നാൽ ഈ എന്ത് സംഭവിക്കും ബംഗാളിൽ? എന്ത് സംഭവിക്കാനാ? ഇങ്ങനെ തനിയും കളിച്ചുമൊക്കെ പോകും. ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സമരം സംഗതിയൊക്കെ ഒതുങ്ങും. കഴിയും. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ അടുത്തൊന്നുണ്ടാവും. അടുത്ത എന്തെങ്കിലും ഉണ്ടാവും. കാരണം ഇങ്ങനെ അല്ലെങ്കിൽ ബംഗാളിൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ കഴിയില്ല. ഇല്ല, ഞാൻ പറയുന്നത് ഫൈനലി ഞാനത് തുറന്നു പറയാം. ട്രീറ്റ് ബംഗാൾ ലൈക്ക് കാശ്മീർ. കാശ്മീരിൽ നിങ്ങൾ കല്ലെറിയുന്നവരെ ട്രീറ്റ് ചെയ്തത് എങ്ങനെയാണ്? കാശ്മീരിൽ ഇതുപോലത്തെ ഹൂളിഗനിസം കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് കാശ്മീരിനെ പറ്റിയൊരു മുൻധാരണയുണ്ട്. കാശ്മീരിൽ ഇപ്പോൾ വലിയൊരാൾക്കൂട്ടം വന്നിട്ട് പന്തലിരിക്കുന്നവരെ തല്ലുന്നു, എന്തെങ്കിലും കാരണവശാൽ യോഗാലങ്കോലമാക്കുന്നു, ആട്ടിക്കുന്നു, പൊളിക്കുന്നു, ഒരു ക്രൈം നടന്ന മുറി ഇടിച്ച് പൊളിക്കുന്നു. ഇത് കാശ്മീരിലാണ് നടക്കുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഹാൻഡിൽ ചെയ്യുക? അറിയാം അങ്ങനെയാണത്. CRPFനെയും പട്ടാളത്തെയും കൊണ്ടാണ്. യൂസ് ദ CRPF ആൻഡ് മിലിറ്ററി ഇൻ കൊൽക്കത്ത. ഇത് കൽക്കട്ടയിൽ എന്താ പട്ടാളം ഇറങ്ങില്ലേ? കൽക്കട്ടയിൽ CRPF ഇറങ്ങില്ലേ? ഇത് ബംഗാളിയെ അറസ്റ്റ് ചെയ്യാൻ CRPFനും ആർമിക്ക് കഴിയില്ലേ? അവനെ പിടിച്ച് പൂട്ടാൻ കഴിയില്ലേ? കാശ്മീരിൽ പൂട്ടുന്ന പോലെ. കാശ്മീരും ബംഗാളും തമ്മിൽ എന്താ വ്യത്യാസം? 370 എടുത്തു കളഞ്ഞതിലൂടെ ഈ 2 സംസ്ഥാനങ്ങളും ഒരേപോലെയാണ് ഇല്ലേ? പിന്നെയും പ്രത്യേക പദവി ഉണ്ടായിരുന്നത് കാശ്മീരിനാണ്. ബംഗാളിന് പ്രത്യേക പദവി ഒന്നുമില്ല. ഇതിൽ കൂടുതൽ ഞാൻ എന്താ പറയണ്ടേ? അല്ല ആരോട് പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. അല്ല അപ്പോൾ അത് ഒരു എന്താ ആരെങ്കിലും ബ്ലെയിം ചെയ്യാൻ അങ്ങനെയല്ല. ദർ ആർ സെവറൽ ഓപ്ഷൻസ് ആൻഡ് പീപ്പിൾ ഹു നോ ദിസ്, ഹു അപ്ലൈ ദിസ്, ദേ അപ്ലൈ ഇറ്റ് ഇൻ കാശ്മീർ ബട്ട് ദേ ഫെയിൽ ടു അപ്ലൈ ഇറ്റ് ഇൻ കൊൽക്കത്ത. അതെ, ഇത് അറിയാവുന്നവരാണ് നമ്മുടെ അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ. അവർ ചെയ്യുന്നില്ല. ഇതല്ലേ നമ്മുടെ പരാതി. ഓക്കെ ഫൈൻ. ആ പരാതി ഇങ്ങനെ നിലനിൽക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.